ഹായ്, അങ്ങനെ ഞാൻ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു തമിഴ് മൂവിയെ കുറിച്ചാണ്. ഈ തമിഴ് മൂവി എന്ന് പറയുന്നത് ഒരു ഹൊറർ ആൻഡ് ത്രില്ലർ എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഒരു മൂവിയാണ്. പടത്തിന്റെ പേര് അഗതിയൻ. ഈ സിനിമയുടെ രചനയും സംവിധാനം ചെയ്തിരിക്കുന്നത് PA വിജയ് ആണ്. പിന്നെ ഈ സിനിമയിൽ ജീവ, അർജുൻ, റാഷി ഖന്ന, അഭിരാമി, യോഗി ബാബു, റോഷിനി, അങ്ങനെ ഒരുവിധം ആക്ടേഴ്സുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 10-20 മിനിറ്റ് വരെ നമുക്ക് ഭയങ്കര ഒരു ഹൊറർ മൂവി ആണ് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരും സംവിധായകൻ. നമ്മൾ വിചാരിക്കും പിന്നെ അവിടെ ഫുള്ള് എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക എന്നുള്ളത്. അത് കഴിഞ്ഞേക്ക് തന്നെ അവിടുന്ന് കഥ വേറൊരു വഴിയിലോട്ട് പോയിട്ട്, അതായത് നമ്മുടെ അർജുന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അർജുന്റെ ക്യാരക്ടർ വന്നിട്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ്. അതായത് 1940 നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം ഫ്രാൻസിലൂടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നിക്കാണ് അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് തന്നെ. അപ്പോൾ അവിടെയുള്ളൊരു സായിപ്പാന്റെ മോൾക്ക് കൈയും കാലൊന്നും ചലിക്കത്തില്ല. അപ്പൊ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ തന്നെ അദ്ദേഹം വേറൊരു സംഭവം കൂടി അവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടാണ് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ഇതെല്ലാം ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് അതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജീവ ഒരു ഫിലിം ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ഒരു സിനിമക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഹൊറർ മൂവീസ് ആണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൊഡ്യൂസർ പറയും ഇനി ഇത് നടക്കത്തില്ല, എല്ലാം ഒഴിവാക്കിയേക്കെന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ചുവിടുകയാണ്. അങ്ങനെ അവര് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം, എന്തായാലും ഒരു സെറ്റ് ഉണ്ടാക്കി, അതായത് ഒരു ഹൊറർ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ അവരൊരു ഷോ പോലെ, അതായത് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം പേടിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പിയാനോ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പിയാനോയിൽ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പിയാനോ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കത്തിലോട്ട് വരുന്നത്. അതായത് അർജുന്റെ കഥയിലെ തുടക്കത്തിലോട്ട് വരുന്നത്. അതായത് പിയാനോയിൽ നിന്ന് പഴയ ഒരു ഓല കേസറ്റ്, അതായത് നമ്മുടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ആ പ്രൊജക്ടറിൽ വെച്ചിട്ട് ഇവര് ഇത് കാണുകയാണ് അർജുന്റെ ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ പിന്നീട് അതുമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. അതിലിടയ്ക്ക് ചെറിയ ഒരു ഹൊറർ സംഭവം അതായത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് സക്സസ് ആവുന്നില്ല. അത് വളരെ ചീറ്റിപ്പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ അർജുന്റെ കഥയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവരെ ഭയങ്കര ക്രൂരമായിട്ട് കൊല ചെയ്യുക, അല്ലെങ്കിൽ അതിന് ശേഷം ഭയങ്കര ഒരു ഹൊററായിട്ട് വരുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും ഈ സിനിമയിൽ വരുന്നില്ല. അതായത് അർജുനെ കൊല്ലുന്നുണ്ട്. ഈ വയ്യാതെടുക്കുന്ന ഈ മറ്റേ സായിപ്പന്റെ മോളുടെ അപ്പൻ ഇയാളെ കൊല്ലുന്നുണ്ട്, അർജുനെ കൊല്ലുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അർജുൻ ഒരു ക്യാൻസറിന്റെ, ഞാൻ പറഞ്ഞത് നേരത്തെ, ക്യാൻസറിന്റെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മരുന്നൊക്കെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റായി ഇരിക്കുന്ന സമയത്ത് അത് ആരുടെ കയ്യിൽ നിന്നും അതായത് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അർജുനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അർജുനെ വെടിവെച്ച് കൊന്നിട്ട് ഇദ്ദേഹത്തിന്റെ പ്രേതം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ മന്ത്രം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു അന്നത്തെ ഈ മമ്മി പോലത്തുള്ള ഒരു സംഭവത്തിനുള്ളിലോട്ടൊക്കെ ആക്കി അടക്കി വെച്ചിട്ടൊക്കെയാണ് ഇവിടെ കൊല്ലുന്നത്. അപ്പോ ഈ ഒരു കഥ ഇവൻ ആദ്യം ഒരു പ്രൊജക്ടറിൽ കാണുകയും അതിനുശേഷം ഒരു ബുക്കില് ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ അവനക്ക് മനസ്സിലാവും ഇവന്റെ അമ്മക്ക്, അതായത് ജീവയുടെ അമ്മക്ക് ക്യാൻസറാണ്, ബോൺ ക്യാൻസറാണ്. അപ്പൊ അതിന്റെ മരുന്ന് ഇവരുടെ കയ്യിലുണ്ട്. അതായത് ഓൾറെഡി ഇവൻ ഇത് കണ്ടുപിടിക്കാൻ വന്നിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നീട് കഥ പോകുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു അമ്മപാസം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പടം പോകുന്നുണ്ട്. അതും സഹിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം. പടം 2 മണിക്കൂർ 9 മിനിറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാറാവുന്ന സമയത്ത് വീണ്ടും ഈ സായിപ്പേരനും ഇതേപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന മമ്മി അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം അതിലും വലിയ പ്രേതമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ലാസ്റ്റ് ഒരു 9 മിനിറ്റില് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന പോലെ ഈ പ്രേതങ്ങൾ കാർട്ടൂണായി വരുന്നുണ്ട്. അതായത് അർജുൻ കാർട്ടൂണാവും, അതേപോലെ ആ സായിപ്പേരൻ കാർട്ടൂണാവും,
പിന്നെ നമ്മുടെ ജീവ കാർട്ടൂൺ ആവും. പിന്നെ ഒരു 5-6 മിനിറ്റ് ഇവരുടെ കാർട്ടൂൺ ഫൈറ്റ് ആണ്. അതും സഹിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി കാർട്ടൂൺ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഈ മരുന്നും കാര്യങ്ങളൊക്കെ വീണ്ടും ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ മരുന്നൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ജീവയുടെ അമ്മ റോഷിനാണ് കേട്ടോ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മ സുഖം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ സുഖം പ്രാപിക്കുന്നുണ്ടെങ്കിലും ഓർമ്മശക്തിയൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും കുഴപ്പമില്ലാത്ത ഓർമ്മയില്ലെങ്കിൽ എന്താ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ജീവ ഇങ്ങനെ ഒരു ഡയറൊക്കെ എഴുതിയിട്ട് പടം അവസാനിപ്പിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് വേറെ ടെസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 1940 പറയുമ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്നത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ജീവയുടെ അച്ഛൻ. അതിന്റെ ഒരു ക്ലൈമാക്സിൻ ഉണ്ട്. അതായത് ജീവയുടെ അച്ഛൻ ജീവ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സായിപ്പേരൻ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവം ലാസ്റ്റിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ആക്കാൻ വേണ്ടി സംവിധായകൻ ശ്രമിച്ചിട്ടൊക്കെ ഉള്ള ഒരു പടമാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ തോന്നിയത്. നിങ്ങളാരെങ്കിലും ഈ അഗതിയൻ എന്ന് പറയുന്ന ഈ ഹൊറർ ത്രില്ലർ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഉള്ള ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒരു വട്ടം കാണുകയൊക്കെ ചെയ്യട്ടെ. പിള്ളേർക്കൊക്കെ ചെറിയ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ലാസ്റ്റിലത്തെ കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത കാരണം കൊണ്ട് പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പറയില്ലേ, ഹൊററും ഇല്ല, ത്രില്ലറും ഇല്ല, റൊമാൻസും ഇല്ല. പക്ഷെ ഇതെല്ലാം സംവിധായകൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഒരൊട്ടൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.